വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ആൽമാർട്ടില് ഗ്ലൂ വൈൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഒന്നും കൂടി വൺ മോർ ടൈം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. മാമന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ട് മാമു പൈസ കാണിക്കൂ. 30 യൂറോ ആണ് മാമന്റെ. മാമൻ പണക്കാരനാണ്. 30 യൂറോ ഒക്കെ മാമന് തുച്ഛമായ ഒരു എമൗണ്ടാണ്. അതെ, നമ്മുടെ അടിച്ചിരിക്കാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ 2 മെമ്പേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ തൃഷ, അനറ്റു. ഇതാണ് നമ്മുടെ അനറ്റു. അപ്പൊ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഇവിടെ എല്ലാം ഇരിക്കട്ടെ. നിങ്ങൾ പോയി കറങ്ങി തിയേറ്റർ ഫ്ലാറ്റ്സും അതെന്തിനാ എല്ലാം കണ്ടിട്ട് വരുവേ. എനിക്കും വയ്യ, ഞാൻ പണി ചെയ്തിരിക്കുക അല്ലേ. അപ്പൊ നമുക്കിങ്ങനെ നടക്കാം. ഇതാണ് നമ്മുടെ ഓൾഡ് മാർക്കറ്റ് ഗാലറി, ക്രിസ്മസ് മാർക്കറ്റ്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ്. നമ്മളിപ്പോ ഗ്ലൂ വൈൻ്റെ ഷോപ്പ് നോക്കാണ് എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളത്. ഇവിടെ നിന്ന് മതിയോ? നമ്മൾ ദിവസം വേറെ സ്ഥലത്തല്ലേ വെറൈറ്റിക്ക് വേണ്ടി നോക്കി. ഇതെന്താ? ഇതെന്താ? ചൂടുണ്ടാവോ? ഞങ്ങളിപ്പോ 3 വൈനാണ് മൊത്തത്തിൽ വാങ്ങിച്ചിട്ടുള്ളത്. 3 ഗ്ലൂക്ക് വൈനാണ്. ഇത് ഏതാണ് വൈൻ? ഇത് ഗ്ലൂക്ക് വൈൻ റോട്ട്. ഇത് വൈസ്. ഇത് ഏതാണ്? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് തൃശ്ശേ? ലക്ഷ്മിന് എന്തിട്ടാലും എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട് കൂടും, കാരണം വ്യൂസ് വേണമല്ലോ. ഇതൊരു ബിയറിന്റെ ടേസ്റ്റാ. ഇത് കൊള്ളാം. ബിസിയാണ് ബോസിന്റെ ഗേൾഫ്രണ്ട് വിളിക്കാണ്. എനിക്ക് ഈ സാധനം ഇഷ്ടമായി. ഈ ക്രീം ഞാൻ കുറച്ച് കുടിക്കട്ടെ. മാമ എങ്ങനെ ഉണ്ടെന്ന് പറയൂ. അത് ഞാൻ കുടിച്ചു നോക്കില്ല. ആണോ? നമ്മളിവിടെ അടുത്തൊരു സാധനം ട്രൈ ചെയ്യാൻ വന്നേക്കാണ്. എന്ത് സാധനം ട്രൈ ചെയ്യാൻ? ഓട്സും റോട്ട്സും. അങ്ങനെ എന്തൊരു സാധനമാണ് നോക്കാം. ഓക്സ് ബ്രോഡ്ഷൻ എന്ന് പറഞ്ഞ സാധനം, അതായത് പോത്ത് പന്നിക്കകത്ത് വെച്ച ബർഗർ പോലത്തെ സാധനമാണ് ഇവിടെ കഴിക്കാൻ പോകുന്നത്. ഇവിടെ മെയിൻ ബ്ലോഗറെ കൊച്ചുണ്ട്, അനറ്റുണ്ട്, മാമനുണ്ട്, തൃശ്ശിയുണ്ട്. പിന്നെ നത്ത് ഇവിടെ പീരീഡ്സ് വന്നിട്ട് ഏതോ മൂലയ്ക്ക് പോയിരിപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. എന്തോ ഒരു ബർഗർ പോലത്തെ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് നേരത്തെ പറഞ്ഞാണ്, കൊച്ചിനത് അറിയാത്തതുകൊണ്ടാണ്. അത് ഓക്സൻ ബ്രോഡ്ഷൻ ആണ്, അതായത് പോത്തിന്റെ ഇറച്ചി ബ്രെഡിനകത്ത് വെച്ചിരുന്നാണ് കഴിക്കുന്നത്. ഇവിടുത്തെ ജർമ്മനിയിലെ ക്രിസ്മസ് സ്പെഷ്യാലിറ്റി ആണ് അത്. ഞങ്ങളിന്ന് കഴിക്കാൻ പോണ്. ഒരു വികാരമില്ല. ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ട് നിന്നാൽ എനിക്കിത് കിട്ടുന്നതല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. നമ്മളിപ്പോ നടന്ന് ഇവിടുത്തെ ഒരു ഫേമസ് കടയിലേക്ക് വരാണ്, ദമാസ്കസ് സെന്റർ. ഇവിടെയാണ് നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ദമാസ്കസ് സെന്റർ. അയ്യോ നമ്മളെത്തി. നമ്മളിപ്പോ ദമാസ്കസിൽ വന്നേക്കാണ്. ഇവിടെ ജർമ്മനിയിലൊരു ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണിത്. ജർമ്മനിയിലെ ഫേമസ് ആയിട്ടുള്ള സിറിയൻ ഷോപ്പാണ്. സിറിയക്കാർ തുടങ്ങിയ ഷോപ്പാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻസിന് എല്ലാവർക്കും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് പ്രൈസ് കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലെ മന്തി, ചിക്കൻ, എസ്പെഷ്യലി ഷവായി ഒക്കെ പ്രൈസ് കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും അത് കഴിക്കാം. മിക്കപ്പോഴും ഇവിടെ നിന്ന് കഴിക്കാറുണ്ട്. രാത്രിയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ മടിയുള്ള സമയങ്ങളിൽ നമ്മൾ ദമാസ്കസിലാണ്. ഒരിക്കലും ഒട്ടുമിക്ക മലയാളീസിന് ദമാസ്കസിലാണ് വരാറ്. കുറെ മലയാളീസിനെ കണ്ടിപ്പോ ഞങ്ങളിവിടെ. നമ്മുടെ ദമാസ്കസിലെ ഫുഡ് എത്തി. ഇതിലുള്ളത് ബ്രോസ്റ്റഡ് ചിക്കൻ, നമ്മുടെ കുബൂസ് പോലത്തെ എന്തൊരു സാധനം, പിന്നെ റൈസ്, സാലഡ് ഉണ്ട്, മയണൈസ്, പിന്നെ കുറെ വെജീസ് ഉണ്ട്. ഇത് ഗാലപ്പിനോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗാലപ്പിനോസ്. അപ്പൊ
ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോ നമ്മളിത് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ രണ്ടുപേരാണ് ഷെയർ ചെയ്യുന്നത്. മാമനും അനറ്റുമാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ബോസും നത്തും സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഷെയർ ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നു വെച്ചാൽ തൃശ്ശിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാനിത് കേൾക്കണം. നല്ല വിശപ്പുണ്ട്. കിട്ടിയില്ലെങ്കിൽ കിട്ടും. ഞങ്ങൾ രണ്ടുപേരും സ്ലോ ആയിട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട് മാമ? പോരെ, നിനക്ക് ഇഷ്ടല്ലേ ഇത്? കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. അതെ, റൈസ് നല്ല. സോ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അധികം തണുപ്പൊന്നുമില്ല അല്ലേ? അത്ര തണുപ്പില്ല. ഇപ്പം ഡിസംബർ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്ര തണുപ്പോ സ്നോയൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ജനുവരി ആകുമ്പോ വരുമായിരിക്കും. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ.